കഥകളി ആചാര്യൻ വാഴേങ്കട കുഞ്ചൻ നായർ ആശാന്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ധനു അവിട്ടം ആഘോഷങ്ങൾ ഡിസംബർ 24 ബുധനാഴ്ച നടക്കും. കുഞ്ചൻ നായർ ആശാന്റെ അരങ്ങേറ്റത്തിന്റെ 100-ാം വർഷത്തിൽ കാറൽമണ്ണ വാഴേങ്കട കുഞ്ചൻ നായർ ട്രസ്റ്റ് ഹാളിൽ വിപുലമായ പരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഥകളിയിലെ പ്രശസ്ത ആചാര്യനായ കുഞ്ചൻ നായർ ആശാന്റെ അരങ്ങേറ്റ ദിവസമാണ് ധനു അവിട്ടം എന്ന് പറഞ്ഞ എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത്. അത് ഈ വർഷം വളരെ വിപുലമായ പരിപാടികളോട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സംസ്തുതി സമ്മാൻ എന്ന് കഥകളിയിലെ ഏറ്റവും വിലയേറിയ 1,00,000 രൂപ അംഗവസ്ത്രമുള്ള ഒരു മെമൻറ്റോ ഒക്കെ ഉള്ള ഒരു അവാർഡ് അന്ന് സമ്മാനിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇന്ന് നേരിട്ട് അദ്ദേഹത്തിന് പഠിച്ച ഒരുപക്ഷെ ആകെയുള്ള ശിഷ്യനാണ് കലാമണ്ഡലം വാസുദേവൻ നായർ. അദ്ദേഹത്തിനാണ് സമർപ്പിക്കുന്നത്. 24-ന് ബുധനാഴ്ച രാവിലെ 10:30 ആഘോഷ പരിപാടികൾക്ക് തിരിതെളിയും. കേളി, തോടയം, പുറപ്പാട്, മേളപദം, ചൊല്ലിയാട്ടം, അനുസ്മരണ സമ്മേളനം, പുസ്തക പ്രകാശനം, പുരസ്കാര സമർപ്പണം എന്നിവ നടക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കുഞ്ചൻ നായർ ആശാൻ രചിച്ച കഥകളിയാട്ടം പ്രകാരങ്ങൾ എന്ന ഗ്രന്ഥം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. 28 ആട്ടക്കഥകളിലെ 75 കഥാപാത്രങ്ങളെ മുൻനിർത്തി ആശാൻ തന്റെ ഡയറിയിൽ കുറിച്ചുവെച്ച അപൂർവമായ ആട്ടപ്രകാരങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. കഥകളി രംഗത്ത് ശ്രദ്ധേയമായ പുരസ്കാരങ്ങളിലൊന്നായ സംസ്തുതി സമ്മാൻ ഈ വർഷം പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം വാസുദേവൻ നായർക്ക് സമ്മാനിക്കും. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാഴേങ്കട കുഞ്ചൻ നായർ, കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ, ഗോപി നായർ എന്നീ ഗുരുനാഥന്മാർക്ക് കീഴിൽ 10 വർഷത്തോളം കഥകളി അഭ്യസിച്ച വാസുദേവൻ നായർ പച്ച കത്തി വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധേയനായത്. വാഴേങ്കട കുഞ്ചൻ നായർ സംസ്തുതി സമ്മാൻ സമിതിയും മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. തുടർന്ന് 100 വർഷം മുൻപ് കുഞ്ചൻ നായർ ആശാൻ വാഴേങ്കട ക്ഷേത്രത്തിൽ തന്റെ അരങ്ങേറ്റത്തിനായി അവതരിപ്പിച്ച സുഭദ്രാഹരണം കഥകളി കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിന്റെ സഹകരണത്തോടെ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരു അരങ്ങേറ്റത്തിന് ഇത്ര പ്രാധാന്യമുണ്ടോ? മന്ത്രി ബിന്ദു ഒരിക്കൽ വന്നത് സംസാരിക്കേണ്ടായി. ഒരിടത്തും ഒരു അരങ്ങേറ്റ ദിനം ഇതുപോലെ ഓർമ്മിക്കപ്പെടുന്നില്ല. ഞങ്ങളത് ഓർമ്മിക്കാൻ കാരണമുണ്ട്. ഒരു താരോദയമായിരുന്നു, ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. അരങ്ങിലേക്ക് വാഴേങ്കട കുഞ്ചൻ നായർ എന്ന യുഗപ്രഭാവനായ ഒരാചാര്യന്റെ കാൽവെപ്പ് എന്നതിനെ അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി കഴിഞ്ഞ 87 മുതൽ ഇപ്പം എത്ര വർഷമായി? 2026 എന്ന് പറയുമ്പോൾ ഗണിതം ചിലപ്പോൾ എനിക്ക് തെറ്റും. 38 വർഷമായി തങ്ങാതെ നടക്കുന്നത് ഈ ധനു അവിട്ടം എന്ന ദിനാചരണമാണ് എന്നത് എടുത്തു പറയേണ്ടത്. ആ ധനു അവിട്ടത്തിന്റെ 100-ാം വാർഷിക ദിനം കൂടിയാണ് 2026 നടക്കുന്നത്. അദ്ദേഹം അരങ്ങേറിയിട്ട് 100 വർഷമായി. ഈ 100 വർഷമായി കഥകളിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, അതിനകത്ത് എന്തിനെല്ലാം കുഞ്ചൻ നായർ ആശാൻ എന്ന ആ പ്രതിഭാധനനായ ആചാര്യന്റെ ആ സജീവമായ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ വിരലടയാളങ്ങളും ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി കൂടിയുള്ള ഒരവസരമായി ആണ് ഉച്ചയായി ഈ ധനു അവിട്ടത്തെ നമ്മൾ കാണുന്നത്. CCN ചെർപ്പുളശ്ശേരി.